അപ്പം ഒരു ചുരിദാർ തയ്ക്കാൻ ഏതൊക്കെ അളവ് വേണം നിങ്ങൾ തന്നെ മനസ്സിൽ പറഞ്ഞു തുടങ്ങിക്കോ. ആദ്യം നമ്മൾ ഏതാ എടുക്കുന്നത്? ചെസ്റ്റ്, അത് കഴിഞ്ഞ് ബസ്റ്റ്, പിന്നെ വേസ്റ്റ്, അത് കഴിഞ്ഞ് ഹിപ്പ്. ഈ 4 അളവാണ്. പിന്നെ നമുക്ക് വേണം കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പുതിയൊരു കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ ചെയ്യുന്നത് കോട്ട് കോളർ വെച്ച് നല്ല അടിപൊളി ഒരു ചുരിദാറാണ്. നൈറ്റി വേണോ ചുരിദാർ വേണോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് അവസാനം ചുരിദാർ തന്നെ ഞാൻ ഫിക്സ് ചെയ്തു. കൂടുതൽ പേർക്കും ചുരിദാറിനെ വേണ്ടത്. എന്താണ് മറക്കരുത്, കോട്ട് കോളർ ചുരിദാർ വിത്ത് ഫ്രണ്ട് ഓപ്പൺ, സ്ലിറ്റും വെച്ചിട്ടുണ്ട്. സ്ലിറ്റും ഉണ്ട്, ഫ്രണ്ട് ഓപ്പണും. ഫ്രണ്ട് ഓപ്പൺ ആണെങ്കിൽ സ്ലിറ്റ് വെക്കേണ്ടത് ആവശ്യമില്ല, പക്ഷെ ഞാൻ ഇതിന് സ്ലിറ്റ് വെച്ച് തന്നെയാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത, ഞാൻ നേരത്തെ നിങ്ങൾക്ക് സ്വന്തം ശരീരത്തിൽ നിന്നും അളവെടുത്ത് തയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ള പുതിയ ആൾക്കാർക്ക് വേണ്ടി, ഇനി അഥവാ മറന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ മെഷർമെന്റ് എടുത്ത് കാണിക്കാം. അപ്പം ഒരു ചുരിദാർ തയ്ക്കാൻ ഏതൊക്കെ അളവ് വേണം നിങ്ങൾ തന്നെ മനസ്സിൽ പറഞ്ഞു തുടങ്ങിക്കോ. ആദ്യം നമ്മൾ ഏതാ എടുക്കുന്നത്? ചെസ്റ്റ്, അത് കഴിഞ്ഞ് ബസ്റ്റ്, പിന്നെ വേസ്റ്റ്, അത് കഴിഞ്ഞ് ഹിപ്പ്. ഈ 4 അളവാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഷോൾഡറും കൂടെ, പിന്നെ ആം ഹോൾ റൗണ്ടും വേണമെങ്കിൽ എടുക്കാം, നിർബന്ധമില്ല. ചെസ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ഒരുവിധം ഷോൾഡറും നമുക്ക് ആം ഹോൾ റൗണ്ടും നമുക്ക് ഒരുവിധം കണ്ടുപിടിക്കാം. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വീഡിയോകൾ തന്നിട്ടുണ്ട്. അപ്പൊ എങ്കിലും ഒരിക്കൽ കൂടി മെഷർമെന്റ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ എടുത്ത് കാണിക്കുക. അപ്പൊ നിങ്ങൾ നോക്കുക, ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ചെസ്റ്റാണ്. ചെസ്റ്റ് അളവ് എടുക്കുക. നിങ്ങൾ നോക്കിയത് കണ്ടോ, നമ്മളിങ്ങനെ കയ്യിൽ കൂടി പിടിച്ച് നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കഷത്തിന്റെ കുഴിയുടെ മേളിലോട്ട് കയറി വരണം. കഷക്കുഴിയുടെ മുകളിലോട്ട് വന്ന് വേണം നമ്മൾ ഇങ്ങനെ ചെസ്റ്റ് അളവ് എടുക്കാൻ. കണ്ടോ, ഒരു വിരല് തള്ളവിരൽ അതിനകത്തിരുന്നോട്ടെ. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. 38. അപ്പം എനിക്ക് ചെസ്റ്റ് അളവ് 38. ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതി വെക്കുവാണേ. ചെസ്റ്റ് 38. ഇനി നമുക്ക് ബസ്റ്റ് അളവാണ്. ബസ്റ്റ് അളവെന്ന് പറയുമ്പം ചെസ്റ്റ് അളവ് എടുത്തത്രയും കഷക്കുഴിയുടെ മുകളിലോട്ട് പോകരുത്. നമ്മുടെ ശരിക്കും ബ്രസ്റ്റിന്റെ മുകളിലൂടെ തന്നെ വേണം വരെ. ശരിക്കും അന്ന് നമ്മുടെ ഈ ഒരു തള്ളവിരൽ അകത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്ക് 40, 39 ഉള്ളൂ. ഞാനതിനെ 40 തന്നെ കറക്റ്റാക്കി എഴുതുക. അത് രണ്ടൊരു സംശയം ഉണ്ടാവും. സ്വന്തമായിട്ട് നമുക്ക് ചെസ്റ്റ് അളവ് എടുത്തു, ബസ്റ്റ് അളവും എടുത്തു. ഇനി നമുക്കുള്ള വേസ്റ്റ് അളവാണ്. വേസ്റ്റ് അളവ് എവിടെ? നമ്മുടെ ഷേപ്പുള്ള ഭാഗം. ഈ ഭാഗം നമുക്ക് എടുക്കാം. ചുരിദാറിനായതുകൊണ്ട് കണ്ടമാനം വലിച്ചു കുറുക്കി എടുക്കരുത്. സാരി ബ്ലൗസിനാണെങ്കിൽ നമ്മൾ നല്ല കറക്റ്റ് ഫിറ്റ് തന്നെ എടുക്കണം കേട്ടോ. ചുരിദാറിന് അത്രയും വേണ്ട, എന്നാൽ ഒരു സ്വല്പം അയച്ച, ഒരു 1/4-3/4 ഇഞ്ചോളം അയച്ചതുണ്ട്. ഇത്ര അയച്ച എടുക്കുന്നത് അല്ലേ? അല്ല, ശരിക്കും എടുത്താൽ 34-ലും താഴെയാണ്. സ്വല്പം കൂടെ അയച്ച് ഞാൻ 35 എടുക്കുന്നു. അപ്പം നമുക്ക് വേസ്റ്റ് എന്ന് പറയുന്നത് 35 ആണ്. ഹിപ്പ് അളവ് എന്ന് പറയുന്നത് എഴുന്നേറ്റ് നിന്നിട്ട് കാണിക്കാം. നമ്മൾ ഹിപ്പ് അളവ് നോക്കും. നമ്മുടെ പുക്കിൾ ഇവിടെ നോക്കുന്നത്, പുക്കിളിന്റെ തൊട്ട് താഴെ എവിടെയാണോ നമ്മൾ ഈ പാൻറ്റൊക്കെ കിട്ടുന്നത്, അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ ഈ അരക്കെട്ടിന്റെ ഏറ്റവും വണ്ണമുള്ള ഭാഗം എവിടെയാണ്, അവിടെ വേണം നമ്മൾ ഹിപ്പായിട്ട് എടുക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങോട്ട് മേലോട്ട് കയറ്റി വെച്ചാൽ വേണ്ട, എനിക്കിപ്പം 40 എടുക്കാം. പക്ഷെ അതല്ല, ഇവിടെ ഇവിടെ ഒരു സ്വല്പം കൂടെ വണ്ണമുള്ള ഭാഗമാണ്, അവിടെ വേണം നമ്മൾ ശരിക്കും എടുക്കണ്ട. അപ്പം നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് 41 ഉണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ എത്ര ഉണ്ട്? 41. ഇനി നമുക്ക് എടുക്കാവുന്ന ചുരിദാർ തയ്ക്കാനും സാരി ബ്ലൗസ് തയ്ക്കാനൊക്കെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു മെഷർമെന്റ് ആണ് ഷോൾഡർ. ഷോൾഡർ നമ്മൾ തന്നെ അളക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രത്യേകത ഉണ്ട്. നമുക്ക് അത്ര കറക്റ്റ് ഇങ്ങനെ ഈ ഷോൾഡർ ബോണയിൽ തൊട്ടെടുക്കാൻ ഒരു പൊട്ടർക്ക് അത്ര എളുപ്പം അറിയത്തില്ല. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ടുള്ള ഒരു ചുരിദാർ എടുത്തിടുക. ഒരു പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള, അതായത് നിങ്ങൾക്കറിയാം ഷോൾഡർ ഊരി പോകാത്ത, ഷോൾഡർ കയറി നിൽക്കാത്ത, ഇത് കറക്റ്റായിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കറക്റ്റ് ഷോൾഡർ വരുന്നിടം നേരെ വെച്ചളക്കാതെ ഇങ്ങനെ തന്നെ നമ്മൾ ഇട്ടതിന് ശേഷം ആ ഷോൾഡറിൽ തൊട്ട് അവിടെ തൊട്ട് ഇവിടെ വരെ ഇങ്ങനെ അളക്കുക. ഇങ്ങനെ അളന്നാൽ മതി, നമുക്ക് ആ കറക്റ്റ് കിട്ടും. എനിക്ക് കിട്ടിയേക്കുന്നത് 16. ഒന്നുകൂടെ കാണിക്കാം. 16. ഇതാ, ഇത് കണ്ടോ, 16. 16ന്റെ 1-2 പോയിന്റ് പുറകിലാണ്, എങ്കിൽ ഞാനത് 16 തന്നെയാണ് കണക്കാക്കിയിരിക്കുന്നത്. ഷോൾഡർ 16. ഇനി നിങ്ങൾക്ക് അറിയേണ്ട മറ്റൊന്നാണ്
ആം ഹോൾ റൗണ്ട് തന്നെ എടുക്കാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വരും. എങ്കിലും നമുക്കിങ്ങനെ കറക്റ്റ് ഈ ഷോൾഡർ തയ്ച്ചു പോയേക്കുന്ന അവിടെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നമുക്ക് ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് കറക്റ്റ് ഇങ്ങനെ നമുക്ക് നോക്കാം. ഇതുണ്ടോ, ആ ഷോൾഡർ ഇങ്ങനെ തന്നെ വേണം പിടിക്കാനേ, മാറിപ്പോകരുത്. ഇച്ചിരി ബുദ്ധിമുട്ടാവുന്നവർ തന്നെ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരാളോട് പറഞ്ഞിട്ടാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. എനിക്ക് 17 ഇരിക്കുന്നത്. ചിലപ്പോൾ അത് നമ്മൾ 1-2 പ്രാവശ്യം എടുക്കുമ്പോൾ ചിലപ്പോൾ 17.5 ആകും, ചിലപ്പോൾ 18 ആകും, 16 ആകും. ഒരു ആവറേജ് എടുക്കുക. ഞാൻ ഇപ്പോൾ ഷോൾഡർ എൻ്റെ ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത് എടുക്കുന്നത് എനിക്ക് 17 എടുത്തേക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. ഞാൻ നിങ്ങളെ ഒന്നുകൂടെ കാണിക്കാം. ചിലപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ പിന്നെ അത് വെയിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് തയ്ച്ചു പോകുന്ന സ്ഥലം എവിടെയാണോ അവിടെ ഒന്ന് കൈ വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ നോക്കിയാൽ ഇത് കിട്ടും. വലിച്ചു മുറുക്കല്ലോ ഒത്തിരി, പക്ഷെ കുഴിയുടെ താഴെ ഇങ്ങനെ തന്നെ പോണേ. ഇതുണ്ടോ, കാണാവോ നിങ്ങൾക്ക്? 17 കണ്ടോ വന്നേക്കുന്നേ, 17. അപ്പം എനിക്ക് ആം ഹോൾ റൗണ്ട് ഞാൻ എത്ര കണക്കാക്കി? 17. ഇപ്പം അവനവന് തയ്ക്കാനുള്ള മെഷർമെന്റ് മനസ്സിലായില്ലേ? ഇതിലുപരി ഒരു കാര്യം പറയാം. ചുരിദാർ തയ്ക്കാൻ ചെസ്റ്റ് റൗണ്ടിനേക്കാളും ഞാൻ ഇന്നും എടുക്കുന്നത് ഏതാണ്? ബസ്റ്റ് അളവ്. അത് ഓർത്തോണം കേട്ടോ. ബസ്റ്റ് അളവ് വെച്ചാണ് ഇന്നും ചുരിദാർ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ചുരിദാർ കട്ടിങ് ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ. എങ്കിലും ആരെങ്കിലും തുടക്കക്കാരുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ പെട്ടെന്ന് കാണിക്കാം. ഒത്തിരി വിശദീകരിക്കത്തില്ല, കാരണം നൈറ്റി പീസാണ്, നിങ്ങൾക്കറിയാം. നൈറ്റി ബീറ്റിലാണ് തയ്ച്ചത് കേട്ടോ. നൈറ്റി ബീറ്റാണ്. നല്ലൊരു ബ്ലൂ മെറ്റീരിയൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത്, എനിക്ക് തയ്ച്ചതിന് ശേഷം 47 ഇഞ്ച് ഇറക്കം വേണം. അപ്പം 47 2 49 അളവെടുത്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ സ്ലീവിന് വേണമെങ്കിൽ നമുക്ക് വെട്ടി മാറ്റിയെടുക്കാം. അപ്പം നിങ്ങൾ നോക്കിയേ, ആദ്യം നമ്മളിത് നിവർക്കുന്നു. നിവർത്തിയതിന് ശേഷം നമുക്ക് മൊത്തത്തിലുള്ള നീളം 47 2 49 ആകത്തക്ക രീതിയിൽ നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്യുന്നു. ഞാനിപ്പോൾ ഇത് വെറുതെ നോക്കുവാണേ. ഇഞ്ച് 49 ഇഞ്ച് തുണിയെ നീളത്തിൽ 2 മടക്കിയിട്ട് വീതിപ്പാട് 2 മടക്കുക. എങ്ങനെയാ തീരുമാനിക്കുന്നത്? പെട്ടെന്ന് പറഞ്ഞു. ബസ്റ്റ് അളവ് 40. ബസ്റ്റ് അളവ് എത്രയായിരുന്നു നമ്മൾ എഴുതി വെച്ചേക്കുന്നത്? ബസ്റ്റ് 40. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടുമ്പോൾ 42. 42ന്റെ 4/1 10 പ്ലസ് 2. 10 2 12.5 ഇഞ്ച്. അപ്പം 12.5 ഇഞ്ച് മാക്സിമം മതി. ഇത് 14 ഇഞ്ചുണ്ട്. 12.5 എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ 13 വരെ എടുത്താൽ മതി. അത് കൂടുതൽ വേണ്ട, കാരണം എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാനാണ് പറയുന്നത്. അപ്പോൾ തുടക്കം മുതൽ കണ്ട് ശ്രദ്ധിച്ച് തയ്ച്ചോ എൻ്റെ കൂടെ, അല്ലാതെ ഇനിയും കുഞ്ഞുകളി കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമ്മൾ ആദ്യം എന്താണ് വെട്ടാൻ പോകുന്നത്? കോട്ട് കോളർ നെക്കാണേ. അപ്പം നമ്മൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് 2 പീസും ഒരുപോലെ ഇട്ട് വെട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നെക്ക് മാത്രം ജസ്റ്റ് ഒന്ന് അളവ് കാണിക്കത്തേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഫ്രണ്ടും ബാക്കും വേർതിരിച്ച് കഴിഞ്ഞിട്ട് നെക്കിൻ്റെ കാര്യത്തിലേക്ക് കിടക്കത്തുള്ളൂ. ഇത് നമുക്ക് വേണ്ട നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3.5 ഇഞ്ച്. തുടക്കത്തിലേ പറയാം, ഇതെനിക്ക് തന്നെയാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു സ്വല്പം എൻ്റെ അളവാണ് പറയുന്നത്. പക്ഷേ ഇത് ജനറൽ ആയിരിക്കണം നിർബന്ധമില്ല. അതായത് 40 ചെസ്റ്റ് അളവുള്ള അല്ലെങ്കിൽ 38 ചെസ്റ്റ് അളവും 40 ബസ്റ്റ് അളവുള്ള ആൾക്ക് എല്ലാവരും 3.5 എടുക്കണം നിർബന്ധമില്ല. കഴുത്തലോട്ട് ചേർന്ന് നിൽക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ 3 എടുക്കാവൂ. സ്വല്പം കഴുത്തിൽ നിന്ന് അകം നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അത്ര എടുത്ത് 3.5 എടുക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഇതിൻ്റെ ഇറക്കവും 3 എടുത്താൽ മതി. ഞാൻ എടുക്കുന്നത് 3.5 കേട്ടോ. കറക്റ്റ് 3.5 ഞാൻ എടുക്കുന്നത്. 3 മതി, ധാരാളം അല്ലേ? എന്നാൽ സ്വല്പം കൂടെ കുറച്ചേക്കാം. 3.25 എടുത്തേ. 3.25 ഇച്ചിരി കയറി നിന്നോട്ടെ. എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യണമെന്ന് അറിയാവോ? ഒരു സാധാരണ നമ്മൾ ഇങ്ങനെ ഇത്രയും വരച്ച് ഇങ്ങനല്ലേ നെക്ക് ഇത് അത്രയും വേണ്ട. ഒരു സ്വല്പം കൂടെ ഇങ്ങനെ വേണം ഇതിൻ്റെ നെക്ക് പോകാനായിട്ട്. ശ്രദ്ധിച്ചോ, വി ആണോ അതുമല്ല, യു അല്ലാത്ത പോലെ നമ്മൾ ഇങ്ങനെ വേണം വരയ്ക്കാൻ. ഞാനിതിപ്പോൾ കട്ട് ചെയ്യത്തില്ല കേട്ടോ, കട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. 2 പീസ് ഒന്നിച്ചിട്ടേക്ക്, അതുകൊണ്ടാണേ. എന്നിട്ട് അപ്പോൾ ഇത് ഫോൾഡഡ് സൈഡാണ്, ഇത് ഓപ്പൺ സൈഡാണ്. ഇത്ര അറിയാമല്ലോ. ഇനി നമ്മുടെ ഷോൾഡർ എടുക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കണ്ടേ. എനിക്ക് എത്ര ഷോൾഡർ കിട്ടിയത്? 16 ഇഞ്ചുണ്ട്.
ആ 16ൽ ഒരു പൊടി പോലും കുറയ്ക്കരുത്. കാരണം ഏത് കോളറിനൊക്കെ, കോട്ട് കോളർ ആയിക്കോട്ടെ, റൗണ്ട് കോളർ ആയിക്കോട്ടെ, ഹൈനെക്ക് അതുപോലെയൊക്കെയുള്ള കയറി നിൽക്കുന്ന എല്ലാത്തിനും ഫുൾ ഷോൾഡർ വേണം. അപ്പോൾ ഞാൻ 8 ഇഞ്ചും കറക്റ്റ് അടയാളപ്പെടുത്തി. ഇത്രയും മനസ്സിലായല്ലോ? 8 ഇഞ്ച് ഒട്ടും കുറയ്ക്കാതെ തന്നെ അടയാളപ്പെടുത്തി. ഞാൻ 8 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നമുക്ക് താഴേക്ക് ഉള്ള ഇറക്കം ഇവിടെ നിന്ന് സ്ലോപ്പ് പോകണം. കൃത്യമായിട്ടും സ്ലോപ്പ് ഒരു 3/4 ഇഞ്ച് സ്ലോപ്പ് പോട്ടെ. അത് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് വേണ്ടത് ഈ ടോട്ടൽ ഈ ഷോൾഡർ 8, അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ലെങ്തും നമ്മൾ എത്ര എടുത്തു? 8 എടുത്തു. അപ്പോൾ ഇവിടെ നോക്കണം, ഇവിടെ നിന്നും ആ 8 അകലത്തിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്യണം. നമുക്ക് എന്നിട്ട് ഈ ലൈനൊക്കെ ഒന്ന് കൂട്ടിച്ചേർക്കാം. ഇതും കൂടി ഒന്ന് കൂട്ടിച്ചേർക്കാം. ഇനി ചെസ്റ്റ് റൗണ്ട് വരയ്ക്കാൻ വേണ്ടി ഇത് നമുക്ക് നീളത്തിൽ വരയ്ക്കാം. ഇത്രയും വരെ മനസ്സിലായില്ലേ? ഇത്രയും വരെ മനസ്സിലായല്ലോ? ഇനി നമുക്ക് വേണ്ടത് ചെസ്റ്റ് റൗണ്ട് എത്ര എന്നുള്ളത് അറിയണ്ടേ. അതിന് വേണ്ടി ഞാൻ എടുക്കുന്ന എപ്പോഴും പറഞ്ഞു ഏതാ എടുക്കത്തുള്ളൂ? ബസ്റ്റേ എടുക്കത്തുള്ളൂ. ചെസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ 4 ഇഞ്ച് കൂട്ടുക. ബസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ എപ്പോഴും 2 ഇഞ്ച് കൂട്ടിയാൽ മതി. വീണ്ടും 4 ഇഞ്ച് കൂട്ടണ്ട. ഇത് വലിയ തോള പോലെ കിടക്കും. നമ്മളെ നല്ല വൃത്തിയായിട്ടാൻ വേണ്ടിയല്ലേ നമ്മൾ ധരിക്കുന്നത്. അപ്പം നമുക്ക് എത്ര ചെസ്റ്റ് ബസ്റ്റ് അളവെന്ന് പറയുന്നത് 40. 40-നൂടെ 2 കൂട്ടിയാൽ 42. 42-ൻ്റെ 4 എത്രയാണ്? 10.5. 10.5. നമുക്ക് ആ 10.5-ൽ നമ്മൾ മാർക്ക് ചെയ്യും. പിന്നെ നമുക്ക് എത്ര വേണം? അവിടെ നിന്ന് 2 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്യും. അപ്പം മനസ്സിലായില്ല? 10.5, ഇത് 2 ഇഞ്ച്. ഇനി നമ്മൾ ഈ കൈക്കുഴി വരയ്ക്കണം. കൈക്കുഴി വരയ്ക്കാൻ സാധാരണ എന്നാ ചെയ്യുന്നത്? ഇതിൻ്റെ നേർപകുതി നമ്മൾ എടുക്കുന്നു, മിഡ് പോയിന്റ് എടുത്തിട്ട് മിഡ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് നമ്മളിങ്ങനെ ആം ഹോൾ കർവ് വരയ്ക്കുന്നു. ഇവിടെ നിന്ന് നമുക്കൊരു 1.5 ഇഞ്ച് നീക്കി നമ്മൾ ഇതിലോട്ട് ഈ പോയിന്റിലേക്ക് കൊണ്ട് മുട്ടിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ആം ഹോൾ കർവ് വെച്ച് വരയ്ക്കാൻ ഞാൻ ഇങ്ങോട്ട് എടുത്തില്ല, എൻ്റെ മുമ്പിൽ ഇരിപ്പില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൈകൊണ്ട് വരയ്ക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് തന്നെ നമ്മൾ വരച്ച് കിട്ടിയാൽ ഇങ്ങനെ തന്നെ കിട്ടത്തുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് അളന്ന് നോക്കാം. ഇവിടെ ഒന്ന് അളക്കണേ. എത്ര ഉണ്ടെന്ന് നോക്കിയേ. ഇത് ശരിക്കും എത്ര ഉണ്ട്? 9 ഇല്ല, 8.75 8.5 ആണെങ്കിൽ നമുക്ക് എത്ര വരും? 17. എനിക്ക് ആം ഹോൾ റൗണ്ട് 17. ഇത് എത്ര ഉണ്ട്? 8.75. അത് ഇരുന്നോട്ടെ, കുഴപ്പമില്ല കേട്ടോ. ഒരു 4 ഇഞ്ചിൻ്റെ വ്യത്യാസമൊന്നും പ്രശ്നമില്ല. സാരി ബ്ലൗസ് ഒന്നും അല്ല കഴിക്കുന്നത്. അപ്പം ഇത്രയും വരെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്നാ വേണ്ടത്? നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഞാൻ 15 എടുക്കുന്നത്. പൊക്കം കുറഞ്ഞവർക്ക് 14.5 14 എടുത്താൽ മതി. അപ്പം 15 എത്ര നമുക്ക് വേസ്റ്റ് അളവ്? 35. 35-ഉം 2-ഉം 37. 37-ൻ്റെ 4-1 9.25 അല്ലേ? അപ്പോൾ നമ്മൾ ആ 9.25 മെഷർമെൻറ്റ് ചെയ്തു. വേണേ വരയ്ക്കാം. ഇനി അവിടെ നിന്ന് 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ സീം കൊടുത്തു. ഇനി നമുക്ക് ഹിപ്പ് അല്ലെങ്കിൽ സ്ലിറ്റ് ഇടുന്നത് ഞാൻ 21-ലാണ് മെഷർമെൻറ്റ് കൊടുക്കുന്നത്. 21-ൽ കൊച്ചുപിള്ളേരാണ് 21 കൊടുക്കരുത്, 20 കൂടുതൽ എടുക്കരുത്. അപ്പോൾ നമുക്ക് എത്രയാണ് ഹിപ്പ് റൗണ്ട്? 41 41-ഉം 2-ഉം 43. അപ്പോൾ എത്ര വരും? 10.75 അല്ലേ? 10.75-ൽ നമ്മൾ മെഷർമെൻറ്റ് കൊടുത്തു. അവിടെ നിന്ന് 2 വേണ്ട. എത്ര മതി? 1 ഇഞ്ച് മതി കേട്ടോ. അതോർത്തോണം. ഇവിടെ നമുക്ക് 1 ഇഞ്ച് മതി. അപ്പോൾ എല്ലാം നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഏറ്റവും താഴെ നമ്മുടെ ഏറ്റവും താഴത്തെ നമുക്ക് ലെങ്ത് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇത് പലർക്കും സംശയം. പലരും എന്നോട് ചോദിക്കും ശരിയായ അതിൻ്റെ അളവെന്ന് പറയുന്നത്. നമ്മൾ ഈ എടുത്ത അളവില്ലേ, ഈ ഫുൾ അളവ്, അതായത് ഇത് 10.75-ഉം 11.75. ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടാം. നമുക്ക് 1 ഇഞ്ച് കൂടെ കൂട്ടി എത്രയാണോ അതെടുക്കാം. നമുക്ക് പ്രായമുള്ളതുകൊണ്ടാണ്. കൊച്ചുപിള്ളേർക്കാണെങ്കിൽ ഒന്നും വേണ്ട, ഈ സെയിം അളവ് മതി. ഇതിൻ്റെയൊക്കെ തൊട്ട് കൂട്ടണം. ഇനിയും വിരിഞ്ഞ് കിടക്കണം എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. നമുക്കിനിയും ഈ താഴത്തെ പോയിന്റും ഈ ഹിപ്പിൻ്റെ ഈ പോയിന്റും കൂടി നമുക്കൊന്ന് ആദ്യമേ വരച്ചെടുക്കാം. ഇതൊക്കെ വരച്ച് വെട്ടുകയാണെങ്കിൽ സ്ലിറ്റ് നല്ല വൃത്തിയായിരിക്കും. ഞാനിത് ഇവിടെ നിന്ന് കട്ട് ചെയ്തോട്ടെ. കട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് മാറ്റിയിടാമല്ലോ.
ബാക്കി ഇവിടെ കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് സ്കെയിലൊന്നും സ്കെയിൽ വരാൻ നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ എടുത്തേക്കാം അല്ലേ. നമുക്ക് നോക്കിയേ, ഈ പോയിന്റും കൂടെ തമ്മിൽ നമ്മൾ ചേർക്കുന്നു. അതുപോലെ തന്നെ ഇതും കൂടി ചേർക്കുന്നു. ഇപ്പോൾ സ്കെയിൽ വെച്ച് തന്നെ നമുക്ക് ഇതും കൂടെ നമ്മൾ ചേർക്കുന്നു അല്ലേ. ഇതും കൂടി ചേർക്കുന്നു. ഇവിടെ ഇങ്ങനെ പോയിൻ്റായിട്ട് വെക്കരുത്, കയർവായിട്ട് തന്നെ വരയ്ക്കും. അപ്പോൾ ഇവിടുത്തെ എല്ലാം കഴിഞ്ഞില്ലേ. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമുക്ക് ഒന്നിച്ച് കട്ട് ചെയ്തേക്കാം. ഇവിടെ കട്ട് ചെയ്ത് പോകുമ്പോൾ തന്നെ സ്ലിറ്റ് ഇടേണ്ടതാണെങ്കിൽ സ്ലിറ്റ് ഇട്ടേക്കാം. ഇനി നമുക്ക് ഇതുകൂടെ കട്ട് ചെയ്തേക്കാം. നമുക്ക് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. ചുരിദാർ തയ്ക്കുമ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണേ, ബാക്ക് നെക്ക് നമ്മൾ അരയും ചേർക്കി വെട്ടുമല്ലോ, അരയോ മുക്കാലോ വെട്ടുന്നുണ്ട്. ബാക്ക് നെക്ക് വെട്ടണ്ട, ഷോൾഡർ കൂട്ടി പിടിപ്പിച്ചതിന് ശേഷം ബാക്ക് നെക്ക് വെട്ടിയാൽ മതി. അല്ലെങ്കിൽ രണ്ടിടത്തും രണ്ടളവ് വരാനുള്ള സാധ്യതയുണ്ട് തുടക്കക്കാർക്ക്. അല്ല, എത്ര തുടക്കക്കാരൻ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല, എത്ര മിടുക്കരാണെന്ന് പറഞ്ഞാലും അല്ലാതെ തയ്ക്കുന്നവർക്കും അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്തു. നമുക്കിനി ഇത് ഉള്ളിലേക്ക് ഇച്ചിരി കയറ്റി വെട്ടണം. അതും പലർക്കും സംശയമാണ്. ഉള്ളിലേക്ക് കയറ്റി വെട്ടുമ്പം എത്ര എടുക്കണം എന്നൊക്കെ ഒരു സംശയമുണ്ട്. നമുക്കതിന് നമ്മളിവിടെ എടുത്തേക്കുന്നത് 1.5 ഇഞ്ച് എടുത്തിട്ടില്ലേ, 1.5. നമുക്കിനി അതിനെ 1 ഇഞ്ചിലേക്ക് ഇറങ്ങി വരയ്ക്കാം. അപ്പം നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ വന്ന് മുകളിലേക്ക് ഒരു സ്വന്തം കയറിപ്പോണം. വരച്ച് കാണിക്കാം. കണ്ടോ ഷേപ്പ്? കണ്ടോ? ഇങ്ങനെ നമുക്ക് ഇത് നെക്കും വെട്ടാമല്ലോ. നെക്ക് കട്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ നമ്മൾ എടുത്ത് ഫ്രണ്ട് ആംഹോള് കുഴിച്ചു വെട്ടാൻ വേണ്ടി വരച്ചിട്ടില്ലേ, നമുക്ക് അതുകൂടി എടുത്ത് കളയാം. പ്രധാനമായിട്ടുള്ളത് സ്ലീവാണ്. സ്ലീവ് നമുക്ക് 2 സൈസിൽ കട്ട് ചെയ്യാം. ഇവിടെ നിന്ന് വേണമെങ്കിലും ഇപ്പം നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ഈ മുകളറ്റം നമുക്കുണ്ട്. ഇവിടെ നിന്ന് നമുക്കിത് കണ്ടോ 2 കൈ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ കിട്ടും. ഇവിടെ നിന്ന് എടുക്കാം. നമ്മൾക്ക് എക്സ്ട്രാ നമ്മൾ കട്ട് ചെയ്തേക്കുന്ന പോയില്ലേ, ഇതുണ്ടല്ലോ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഇങ്ങനെ തന്നെ എടുക്കാം. എനിക്ക് ഒത്തിരി കൈയിറക്കം വേണ്ട. എനിക്ക് ഒത്തിരി കൈയിറക്കം വേണ്ട. അപ്പം നിങ്ങൾ ഓർക്കണം, എനിക്ക് എത്ര വേണം സ്ലീവിൻ്റെ വിഡ്ത്ത് നിങ്ങൾ തന്നെ പറ. ചെസ്റ്റ് അളവ് 40 ആണെങ്കിൽ 40/4 എത്ര? ചെസ്റ്റ് അളവാണ്. ചെസ്റ്റ് അളവ് 38. അപ്പോൾ എത്ര വരും? 9.5 അല്ലേ? 9.5. അതിൻ്റെ ഒരു 1/2 ഇഞ്ചിൻ്റെ കൂട്ടി 10 ഇഞ്ച് എനിക്ക് കിട്ടണം. ഇത് പക്ഷേ 10 ഇഞ്ചില്ല. ഇതൊരിക്കലും 10 ഇഞ്ച് വരത്തില്ല, നൈറ്റി പീസ് ആയതുകൊണ്ട്. എത്ര ഉള്ളിലും നമുക്കിത് തന്നെ എടുക്കാം. 8.5 ഉണ്ട്. ബാക്കി 10 വേണ്ടേ? 1.5 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ സൈഡിലേക്ക് വെച്ച് പിടിപ്പിക്കാവേ. അപ്പം നമ്മൾ ആദ്യം ഇതിനെ ലെവൽ ചെയ്ത് വെക്കുന്നു. ഞാനേ ഒരു ചെറിയ കൈ വെക്കും. എത്രയും വരെ ഒരു കയ്യെ വെക്കുന്നുള്ളൂ, ഇത്തിരി ഇറക്കം വെക്കുന്നില്ല. അപ്പം നമുക്ക് ഇറക്കം ഒരു 10 ഇരിക്കട്ടെ. ഒരു ഇഞ്ച് കയറ്റി കഴിച്ചാൽ 9 ഇഞ്ച് ഇറക്കം മതി. 10 ഇഞ്ചേ എടുക്കുന്നുണ്ടേ. ഇപ്പം നമ്മൾ 10 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഇവിടെയും 10 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. എത്ര വേണം നമുക്ക്? ആം ഹോളിൻ്റെ ക്യാപ്പ് ഹൈറ്റ് എത്ര വേണം? ക്യാപ്പ് ഹൈറ്റ് 3.8 വരും. ചെസ്റ്റ് അളവ് ഡിവൈഡഡ് ബൈ 10, 38/10 3.8 വരും. ഒരു 3.8 തന്നെ ഞാൻ എടുക്കുവാണേ. 3.8 വരച്ചു. ഇനി നമുക്ക് രണ്ട് സ്റ്റൈലിൽ വെട്ടാം. നമ്മൾ എന്നും കാണിച്ചു തരുന്ന ഒരളവുണ്ട്. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് നമ്മൾ വെക്കുമ്പോൾ നമുക്ക് എത്ര ആം ഹോൾ റൗണ്ട് അവിടെ നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു?
8:45 ഉണ്ടായിരുന്നു. 9-ന് തൊട്ട് പുറകിൽ. ആ 8:45 എവിടെ വരും നമ്മൾ നോക്കുന്നു. ഇവിടെ വരെ ഇത്രയും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് പോയി ഇങ്ങനെ 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 കണ്ടത്. നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മളിവിടെ ഒരു കട്ടിട്ട് വച്ചിട്ട് കൊടുക്കാനും മറക്കല്ല. കഴിഞ്ഞില്ലേ? നമുക്കിനി ഇത് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം. നമുക്കിനി ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യണ്ടേ? ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നിന്നൊരു 1/2 ഇഞ്ച് അകത്തോട്ട് കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്ന് മുട്ടിക്കണം. രണ്ടായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ഇനി ശരിക്കും നമുക്ക് കോട്ട് തയ്ക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, ഇങ്ങനെ നമുക്ക് ഇതല്ലേ ഇത് നല്ല വശം എന്ന് പറഞ്ഞേ. അപ്പം ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒരു തുണി അടിച്ചു പിടിപ്പിക്കണം. അല്ലെങ്കിൽ നമുക്ക് സത്യത്തിൽ ഇതിൻ്റെ ബാലൻസ് തുണി ഇഷ്ടംപോലെ എടുക്കാൻ നീളത്തിലുണ്ട്. ഞാൻ വേറൊരു കളറാണ് വെക്കുന്നത്. ഇതാണ് എടുക്കുന്നത്. ഇത് കണ്ടോ, ഈ തുണിയിൽ നിന്നാണ് കട്ട് ചെയ്ത് വെക്കാൻ പോകുന്നത്. അപ്പം ആ പീസ് ഒരു 3 ഇഞ്ചിൽ ഞാൻ ഇതിലോട്ട് വെച്ച് 2 വശത്തും ഒരു 3 ഇഞ്ചിലുള്ള തുണി ഇവിടെ അടിച്ച് പിടിപ്പിച്ചെടുക്കും. അപ്പം നമ്മുടെ കോളർ ഇങ്ങനെ തിരിയുമ്പോൾ ഏതായിരിക്കും കാണുന്നത്? ഈ കളറായിരിക്കും കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഈ തുണിയെ 3 ഇഞ്ച് വീതം ഉള്ള 2 പട്ട താഴേക്ക് അടിക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കും. അതുപോലെ കോളർ പിടിപ്പിക്കുന്നതും ഇതായിരിക്കും കേട്ടോ. അതിനി നമ്മൾ കോളർ വെട്ടി തയ്ക്കുന്ന സമയത്ത് കാണിച്ചു തരാം.